കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ വർഷത്തിൽ അല്പം വൈകിയാണെങ്കിലും എത്തിച്ചേരുവാനായിട്ട് കർത്താവ് ഒരുക്കിയ നന്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്തു. ഇന്നത്തെ വചനം നമ്മുടെ ഈ ശുശ്രൂഷ നമുക്ക് കർത്താവ് മഹത്വപ്പെടുവാനിടയാണ്. ഞാനൊരു വാക്യം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് മരിച്ചുകൂടെ എന്ന് പറഞ്ഞു. അതിനവളോട് അവൻ, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവ സ്നേഹത്തിലെ ദൈവത്തിന്റെ മക്കളോട് ചില ചിന്തകൾ ഇതിലുണ്ട്. അടിസ്ഥാനത്തിൽ പറയട്ടെ. വെറുപ്പ് അല്ലെങ്കിൽ കംപ്ലൈനിങ്, വെറുപ്പ് അല്ലെങ്കിൽ പരാതി പറച്ചിൽ, 2 ഇംഗ്ലീഷ് പദങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഒന്ന് മർമറിങ്, മറ്റൊന്ന് ഗ്രംബ്ലിങ്. രണ്ടും ജിൻസ. മർമറിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മോശമായ ചിന്തകൾ, അതിർത്തിയായിട്ടുള്ള ചിന്തകൾ എന്താ, അത് ഉള്ളിൽ ഞരക്കമായി പറയും. ശബ്ദം വെളിയിൽ നന്നായി കേൾക്കണമെന്നില്ല. ഗ്രംബ്ലിങ് എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കെ പെറുപെറുക്കും, ദേഷ്യം വരും. നാശം, ഇന്നും പോയി, ഇന്നും നാശമായി, എന്തൊരു കഷ്ടമാണ്. അങ്ങനെ സ്വയം ചീത്ത പറയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയുകയോ, അങ്ങനെ അതിർത്തി പ്രഖ്യാപിക്കുകയാണ്. സോ അതാണ് ഈ മർമറിങ് ആൻഡ് ഗ്രംബ്ലിങ് എന്ന് പറയും. വെറുപ്പം, കോപത്തിലുള്ളതായ സംഭാഷണം. ഇത് ദൈവമക്കൾക്ക് യേശു രക്ഷയായി സ്വീകരിച്ചിരിക്കുന്നവർക്കും അടിക്കടി ഇത് വരുന്നുണ്ട് മനസ്സിൽ. അതെൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ എല്ലാവരും ബലഹീനരാണ് ഈ പല കാര്യങ്ങൾ. നമ്മൾ പക്ഷേ അതിന് അതിജീവിക്കണം. അതിന് എന്താ വഴിയെന്ന് നമ്മൾ നോക്കണം. വാസ്തവത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അതെ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഭാഗം വായിച്ചു, ഒരു സംഗതി വായിച്ചതിൽ കണ്ടത്, ഒരു വിഖ്യാതമായിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയപ്പോൾ, അതായത് ഈ മർമറിങ് ഗ്രംബ്ലിങ് ഒക്കെ ഏതോ പ്രായക്കാരിലാണ് കൂടുതലെന്നൊക്കെ പരിശോധിച്ചപ്പോൾ 6 വയസ്സായവർ അവര് ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും അവർ പഠിച്ചപ്പോ അവർ ഓരോ ദിവസവും ഈ കൂട്ടര് വാർദ്ധക്യമുള്ളവര് പുതിയ 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 പ്രശ്നങ്ങള് അവർ കണ്ടെത്തും. രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ പ്രശ്നവും ആ പ്രശ്നത്തോടുള്ള പ്രതികരണവും വെറുപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെടലും എന്താണെന്ന് അവർ കണ്ടുപിടിക്കുക. അവര് കണ്ടുപിടിച്ച കിട്ടിയില്ല എന്ന് വരിക അവര് തന്നെ സ്വയം ഉണ്ടാക്കും. അതാണ് അതങ്ങനെയാണെന്നാ വരുത്തരുത്. ഇനി ചെറുപ്പക്കാർക്കും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഇതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, ഇതെങ്ങനെ നമുക്കിത് പരിഹരിക്കാം, ഇത് നല്ലതല്ല. ഒരു ക്രിസ്ത്യാനിക്ക് അവരുടെ മുന്നോട്ടുള്ള ഗമനത്തില് നല്ലതല്ല. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള സാക്ഷ്യങ്ങളാണ് കേൾക്കേണ്ടത്. ഇവിടെ ഈ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹം വാക്കിൽ പിഴച്ചില്ല എന്നാണ്. അതായത് ദൈവത്തിൽ നിന്ന് നമുക്ക് നന്മ നമ്മൾ കൈക്കൊള്ളുന്നുണ്ട്, തിന്മയും കൈക്കൊള്ളേണ്ടതല്ലയോ എന്നാണ്. ഇവര് കാരണം നമുക്ക് ദേഷ്യം വരുത്താനുള്ള അല്ലെങ്കിൽ പിറുപിറുക്കാനുള്ള കാരണം വരുമ്പോൾ ഇതേപോലുള്ള സമീപനം നമ്മൾ പാലിക്കേണ്ടത്. ഇത് ഓർക്കണം.
ഈ 9ഉം 10ഉം വാക്യങ്ങൾ 2-ാം അധ്യായം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. യോബ് പിതാവ് പറഞ്ഞു സ്വന്തം ജീവിതം. അതുപോലെ തന്നെ മോശയുടെ പുസ്തകങ്ങളിൽ, അതായത് പുറപ്പാട് പുസ്തകം, അവരെ സംഖ്യാപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് സോർട്ട് ചെയ്ത് എണ്ണി നോക്കിയാണ്. അതിൽ 8 വരെ ഞാൻ വ്യക്തമായിട്ട് കാണും. 8 സ്ഥലങ്ങളിൽ മരുഭൂമി യാത്രയിൽ, 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ കർത്താവ് കൂടെ ഉണ്ട്. രാത്രിയും പകലും ഉണ്ട്. അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നിരുന്നാ പോലും മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന ദൈവജനം പിറുപിറുത്തു. മോശയോട് പിറുപിറുത്തു, ദൈവത്തോട് പിറുപിറുത്തു, അഹരോനോട് പിറുപിറുത്തു. അയ്യോ, 8 വ്യക്തമായി കാണും. അവർക്ക് ന്യായവിധി ഉണ്ടായി. അവരാ മരുഭൂമിയിൽ പട്ടുപോയി. അവരാരും ആ പാലം തേര് ഒഴുകുന്ന കനാൻ ദേശം കണ്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ അതൊരു മുന്നറിയിപ്പാണ്. പുതിയ സങ്കീർത്തനത്തിൽ വരുമ്പോഴേ 34-ാം സങ്കീർത്തനം ഞാൻ ഓർക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. 1-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അല്ലേ? ഞാൻ എല്ലാ കാലത്തും എന്നാണ്. അപ്പം കർത്താവിനെ സ്തുതിക്കുക എന്ന് തന്നെയാണ് ഇതിന് പരിഹാരം. വേറെ വഴിയൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 തെസ്സലോനിക്കർ 5:18 പറയുന്നത് എല്ലാറ്റിനും കർത്താവിനെ സ്തോത്രം ചെയ്യും, അത് പിതാവിന് ഇഷ്ടമുള്ളതല്ലോ എന്നാണ്. മനസ്സിലായോ? 1 തെസ്സലോനിക്കർ 5:18. കൊലോസ്യർ 3:15 പറയുന്നത് നന്ദിയുള്ളവരായിരിക്കും. ബി ഈ താങ്ക്ഫുൾ എന്നാ പറയുന്നത്. ബി ഈ താങ്ക്ഫുൾ. ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്ത് നന്ദി കരേറ്റുവിൻ. 103-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യം എന്താ പറയുന്നത്? അതെന്താ പറയുന്നത്? ഉപകാരങ്ങളൊന്നും മറക്കരുത്, കർത്താവിനെ സ്തുതിക്കണം. ദൈവത്തിന്റെ കുഞ്ഞെ, വെറുവെറുപ്പും ഞരക്കങ്ങളും ഒക്കെ നമ്മിൽ നിന്ന് മാറി പോകണം. നമ്മുടെ മുഖം പ്രകാശമുള്ളതാകണമെങ്കിൽ നാം യഹോവയുടെ സന്നിധിയിൽ ഒരു അമ്മനെ നോക്കണം. യഹോവയോട് നോക്കിയവരെ പ്രകാശിതരായി. യഹോവയുടെ മുഖം നോക്കിയാൽ പ്രകാശിതരാകും. നമ്മൾ സന്തോഷമുള്ളവരാകും. കർത്താവിനെ സ്തുതിക്കുന്നത് നമുക്കൊരു ശീലമാക്കണം. അതെ, അത് ഓരോന്ന് എണ്ണി പറഞ്ഞ് ശീലമാകണം. അതെ, ഒരു പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്ന ഓർമ്മ, കൗണ്ട് എവരി ബ്ലെസ്സിങ്സ് and name them one by one എന്നാണ്. ദൈവം തന്നിരിക്കുന്ന നന്മകള് കൗണ്ട് എണ്ണുക, അതിനെ ഓരോന്നിനും പേരെഴുതി വയ്ക്കുക, ലിസ്റ്റ് ചെയ്ത് സ്തോത്രം ചെയ്യുക. അതെ, പുതിയ വർഷം നമ്മുടെ ജീവിതം ഒരു സ്തോത്രമാകട്ടെ. ദൈവത്തെ ആരാധിക്കുന്നവരാകട്ടെ. അത് കർത്താവിന് പ്രസാദകരമാണ്. ഈ വചനത്തെ ദൈവം